ജിജുസേ എങ്ങോട്ടാ പോണേ? എടാ ഞാൻ ചുമ്മാ നടക്കാൻ പോണയാ. എടാ നീ മീൻ പിടിക്കാൻ വേണ്ടോ? വരാലോ. ജിജുസേ എന്നടാ പറ്റിയേ? എടാ ഒന്നും പറ്റിയില്ല, അതെന്തോ തട്ടി വീണാ. അത് എടാ എന്താ കുപ്പിയാലോടാ? കുഴിച്ചെടുക്കാം. അതെന്നാ അറിയില്ല, ഭയങ്കര കട്ടിക്കാട്ടിട്ടാണ്. എടാ അതിൻ്റെ അടിയിൽ വേറെ എന്തെങ്കിലും ഉണ്ടാവും. അതെന്നാ? ഓ കിട്ടി. അതിനകത്ത് എന്തോ സാധനം ഇരിക്കണ്ടല്ലോ. പേപ്പർ. നമുക്ക് ഇങ്ങോട്ട് കയറി നോക്കാം. വാ. ഇതിനകത്ത് എന്തോ മണ്ണൊക്കെ ഉണ്ട്. മണ്ണോടെ കൈ കുട്ടികളാകാം നമുക്ക്. അതിന് മാപ്പൊക്കെ ഉണ്ടല്ലോ. അതെന്തോ എഴുതിണ്ടോ? അയച്ചു നോക്കാം നമുക്ക്. നിങ്ങൾക്ക് ഈ കുപ്പി കിട്ടിയാൽ ഇതിനകത്തുള്ള സൂചന വായിച്ച് അതിൻ്റെ കൂടെ തന്നെയുള്ള അടുത്ത സൂചന വായിച്ച് നിങ്ങൾ പിന്തുടർന്നാൽ നിങ്ങൾക്കൊരു നിധി ലഭിക്കും. നിധിയോ? അതൊന്ന് മാപ്പൊക്കെ കൊടുത്തു. ചുമ്മാ തട്ടിപ്പാണോ? അറിയില്ല. നമുക്ക് ചുമ്മാ ഒന്ന് പോയി നോക്കിയാലോ? നോക്കാം. എന്നിട്ട് ഈ പേപ്പറും പോക്കലുണ്ട്. ആവശ്യം വരും. അവസാനം എന്തെങ്കിലും ആവശ്യം വരും. അതെന്താ പേപ്പറാ? അതിനകത്തും എന്തോ എഴുതിയുണ്ടല്ലോ. നിങ്ങൾ ഇത് വായിക്കൂ. ഫുള്ള് പൊടിയല്ലേ. നിങ്ങളിത് വായിക്കൂ. നിങ്ങൾ നിൽക്കുന്ന ഇടത്ത് എവിടെയെങ്കിലും ഒരു അരുവിയുടെ അടുത്ത് ഒരു കുളം ഉണ്ടെങ്കിൽ ആ പരിസരം മുഴുവൻ തിരഞ്ഞാൽ നിങ്ങൾക്ക് നിധിയുടെ അടുത്ത സൂചന ലഭിക്കും. കുളത്തിൽ നിന്നും 10 കാലടി നീങ്ങിയാൽ അവിടെയുണ്ട്. തിരയൂ. നമുക്ക് ചുമ്മാ നോക്കിയാലോ? ഇവിടെ എവിടെയാ കുളമുള്ളത്? ഇവിടെ അവിടേക്ക് ഒരു അരുവി ഉണ്ട്. ആണോ? നമുക്ക് അവിടെ ഇന്ന് നമുക്ക് ചൂണ്ടിടാൻ പോകണ്ട. നമുക്ക് നാളെ എപ്പോഴെങ്കിലും ഒക്കെ ചൂണ്ടിടാൻ പോവാം. ഇതിപ്പോ ഇത് എങ്ങാനും നിധി. അതിന്റെ വഴി എവിടെയാ? വഴി ഇവിടെ എവിടെയാ? അതല്ലേ? എങ്ങാനും നിധി കിട്ടിയാ പിന്നെ ഇവിടെ വഴിയുണ്ട്. നമുക്ക് ചുമ്മാ ഒരു അഡ്വഞ്ചർ ട്രിപ്പ് പോലെ നോക്കാം. നേരത്തെ ശരിയായി. അവിടെ ഒരു കുത്തനെ ഇവിടെ വല്ലതും ഉണ്ടോ നോക്കിയേ. ഇവിടെ അല്ലല്ലോ കുളം, അവിടെയല്ലേ? കുളത്തിൽ നിന്ന് 10 അടി എന്നല്ലേ പറഞ്ഞേ? അതേ കണ്ണാന്ന് തോന്നുന്നു കുളം. അതേലോ, അത് കുളം അല്ലല്ലോ, കിണറല്ലേ? പക്ഷെ അരുവി എന്ന് പറയുമ്പോ അരുവി ഇത് മാത്രമേ ഉള്ളൂ. നേരത്തെ കുളമായിരുന്നു. ഇത് നമ്മൾ ഇത് മിന്നാൻ വേണ്ടത് ലാഭത്തിൽ കിട്ടിയത്. ഈ കുളമാണ്. 10 അടി എണ്ണി നോക്കാം. ഇപ്പൊ കുളത്തിന്റെ ഇവിടെ നിൽക്കണം. അപ്പൊ നമുക്ക് ഇവിടെ നിന്ന് ഒരു 10 അടി വെച്ച് നോക്കാം. എങ്ങാനും കിട്ടിയാലോ? ഒന്ന് നോക്കിക്കേ. 2, 3 ഇവിടെ ചെറിയൊരു കുത്തനെ കയറ്റുണ്ട്. 4, 5, 6, 7, 8, 9, 10ാമത്തെ അടി ഇവിടെ കാണിക്കുന്നത്. ഇത് മൊത്തം കല്ലാലോ? കുറച്ച് മാറ്റി നോക്കാം. നല്ല വെയിറ്റാണ് കല്ലിന്. ഇത് അവിടെ തറച്ചിരിക്കണേന്ന് തോന്നണല്ലോ. എന്തെങ്കിലും കല്ല് വെച്ച് കുത്തി പൊക്കി എടുക്കുന്നുണ്ടോ? ഞാൻ സഹായിക്കണോ? ഒന്ന് നോക്കാം. എടാ ഇവിടെ ഒന്ന് നോക്കിയേ. എടാ ഇവിടെ മണ്ണ് നല്ല തറച്ചിരിക്കുക. കല്ല് വെച്ച് നോക്ക്. എടാ ഇവിടെ അങ്ങ് ഒരു പേപ്പർ കിട്ടിയോ? ഇതൊക്കെ കീറി പഴയ തിരയൂന്ന് പറഞ്ഞ് അടുത്തത്. ഇത് ഫുള്ള് മണ്ണ് കീറിയിരിക്കുക. ഇതിനകത്ത് തന്നെ എഴുതിയേക്കണേ. ഇത് വായിക്കൂ. നിങ്ങൾക്ക് രണ്ടാമത്തെ സൂചന ലഭിച്ചിരിക്കുന്നു. അരുവി ഒഴുകുന്ന പാതയിൽ കാണുന്ന ആദ്യ വീടിന്റെ വഴിയുടെ പരിസരത്തുണ്ട് അടുത്ത സൂചന. അരുവി ഒഴുകുന്ന അതല്ലേ അടുത്ത വീട്? അതാണ് അടുത്തുള്ള വീട്, അരുവിയുടെ. നമുക്ക് അങ്ങോട്ടൊന്ന് പോയാൽ നോക്കിയാലോ? ഇതാ കണ്ട അരുവി. അവിടെയുള്ള ഒരു വീട്. വേറെ ഞാൻ അപ്പുറത്തേക്ക് നീങ്ങി പോണം. നമുക്കെന്നാ അവിടെ ഒന്ന് പോയി നോക്കാം.
ഈ സൂചന നമുക്ക് പോക്കറ്റിലിടാം. ആവശ്യം വന്നാൽ അവസാനം എല്ലാവരും കൂടെ ആവശ്യം വരുമായിരിക്കും. ചിലപ്പോൾ ഇതിനകത്ത് നിധി ഉണ്ടെങ്കിലും ഈ ഒരു പേപ്പർ ഇല്ലെങ്കിൽ പിന്നെ അതിനകത്ത് നിധി കിട്ടിയില്ലെങ്കിലും ഈ സ്ഥലം പണ്ടേ പോലെ ഉള്ളതുകൊണ്ട് ഏതെങ്കിലും രാജാവ് കൊടുത്തിട്ടാണെങ്കിൽ അറിയില്ല. നമുക്ക് ഫുള്ള് കണ്ടുപിടിക്കാം. അവിടെ ഫുള്ള് ഭയങ്കര വെയില്. ഭയങ്കര വെയില്. പെട്ടെന്ന് അങ്ങോട്ട് പോകാം. ഒരു കയറ്റമൊക്കെ ഉണ്ട്. ഇനി ആദ്യം പാടത്തിന് എൻ്റെ ഒരു പറമ്പ് ആദ്യം കണ്ട് ഇങ്ങനെ എല്ലാവരും കാട് പോലെ ഇരിക്കും. പിന്നെ ആദ്യം വാങ്ങിച്ചൊക്കെ ആയിരിക്കും. എടാ ഞാനിവിടെ കുഴിത്തു, നീ അപ്പുറം കുഴിത്തു. എന്നാൽ ഞാൻ അപ്പുറം പോയി കുഴിത്താം. കൊണ്ടുപോകണ്ടേ? അവിടെ എനിക്കവിടെ കുഴിച്ചിട്ടൊന്നും കിട്ടിയില്ല. ഞാൻ ഇങ്ങോട്ട് വരാം. ഇവിടെ അടുത്ത ആ സെയിം കളർ പേപ്പർ. എന്തോ വഴിയുടെ മാപ്പാട്ടാ. എന്തോ മാപ്പാണ്. നമുക്ക് അങ്ങോട്ട് പോയാലോ? നമുക്കെന്നാ ഇപ്പൊ പോവാല്ലേ? നമുക്ക് പോവാം. നമുക്കെന്നാ തപ്പിപ്പോവാം. എന്നിട്ട് പറഞ്ഞ് നമ്മൾ ഈ വഴി കയറി നോക്കിയാൽ ഈ ഇങ്ങോട്ട് തിരിയുക.